ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ളോഗ്സ്. ഇന്നൊരു വെറൈറ്റി വ്ളോഗാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതുവരെ ചെയ്തിട്ടുണ്ടായില്ല. അതായത് എൻ്റെ ഫ്രണ്ട് ഇന്ന് എന്നോട് എന്തൊക്കെയാണോ ആവശ്യപ്പെടുന്നത് അതെല്ലാം ഒരു മടിയും കൂടാതെ ഞാൻ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അത് എന്ത് കാര്യമാണെങ്കിലും അത് ചെയ്യാമെന്ന് ഞാൻ അവന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്ളോഗാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. അപ്പോൾ വാ വീഡിയോക്കുള്ള പോവാം. അപ്ലും എടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ എന്നോട്. പറയൂ. ഇന്ന് നീ എന്ത് പറഞ്ഞാലും ആ കാര്യം ഞാൻ ചെയ്യും. ആണോ? നീ എന്ത് പറഞ്ഞു അത് ഞാൻ അതുപോലെ ചെയ്യും. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞു. നീ തലയിലൊരു ഷാളിട്ട് ടൗണിൽ കൂടെ നടക്കണം. നടക്കാം. എത്ര നേരം നടക്കണം? നിന്റെ ഇഷ്ടം പോലെ നടന്നു. ഓക്കെ. 1-2 മാർക്കറ്റിലൊക്കെ കയറി, കടയിലൊക്കെ കയറി. ഓക്കെ. പക്ഷെ വീഡിയോ നീ പിടിക്കണം. വീഡിയോ പിടിക്കുന്ന കാര്യം ഞാൻ ഓക്കെ. ആൾക്കാർ കാണുന്ന രീതി, ഫോക്കസ് ചെയ്യുന്ന രീതി പിടിച്ചോണം. ഓക്കെ ആണോ? അത് ഞാൻ പിടിച്ചോളാം. ഓക്കെ. അപ്പോൾ ഡീൽ. അപ്പോൾ നമുക്ക് ഇവൻ പറഞ്ഞതുപോലെ ചെയ്യാം. ഓക്കെ. അപ്ലും അല്ലാതെ അവന്റെ യൂട്യൂബ് ചാനൽ. ആദിത്യ വ്ളോഗ്സ്. റോസ് അല്ല, വ്ളോഗ്സ്. ഇത് 2-3 ദിവസം ചെയ്തിട്ട് പല സ്ഥലത്തു നിന്ന് എടുത്തിട്ടിടാം അവിടെ. നാളെ ഓമല്ലൂരും അടൂരും ഒക്കെ പോകുമ്പോൾ ഈ ഷാള് തന്നെ എടുത്താൽ മതി. മൊത്തത്തിൽ എന്നെ പെണ്ണാക്കാനാണോ? അവൻ പറഞ്ഞതുപോലെ മെയിൻ ടൗണിൽ കൂടെ ആ ഷോളൂട്ട് പെണ്ണുങ്ങളെ പോലെ നടന്ന് ഒരു ചായക്കടയിൽ പോയി അവിടുന്ന് ചായ കുടിച്ച് തിരിച്ച് കാറിലോട്ട് വന്നു. പിന്നെ 1-2 സ്ഥലത്തും കൂടെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവന് വീഡിയോ പിടിക്കാൻ നാണക്കേടായതുകൊണ്ട് അവൻ പിടിച്ചില്ല. എനിക്ക് ഒരു നാണക്കേടുണ്ടായില്ല. അങ്ങനെ ആ ഒരു ടാസ്ക് അവിടെ കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത്തെ ടാസ്ക് വന്നിരിക്കുന്നത് ചൂരമീൻ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പത്തനംതിട്ട ജില്ലയിൽ എവിടെയാണെങ്കിലും കുഴപ്പമില്ല, ചൂരമീൻ 1 കിലോ ചൂരമീൻ അവന് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എവിടെ കിട്ടുമെന്ന് അറിയില്ല. 1-2 കടയിലൊക്കെ പോയി അവിടെ ഒന്നും ചൂരമീൻ കിട്ടിയില്ല. എന്തായാലും നമ്മൾ ചൂരമീൻ മേടിച്ചു കൊടുക്കുന്നതായിരിക്കും. കാരണം നോ പറയില്ല, നമ്മൾ പറഞ്ഞാണല്ലോ. അങ്ങനെ നമ്മൾ ചൂരമീനും കണ്ടെത്തി അതും മേടിച്ചു കൊടുത്തു. കുറച്ച് അലയേണ്ടി വന്നു, കാരണം പലയിടത്തിലും ചൂരമീൻ ഉണ്ടായില്ല. എന്തായാലും ആ ഒരു ടാസ്കും കൂടെ കംപ്ലീറ്റ് ചെയ്തു. അവൻ പറഞ്ഞതുപോലെ തന്നെ 1 കിലോ ചൂരമീൻ മേടിച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്തവൻ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു സ്കൂളിൽ കയറിയിട്ട് 2 പിള്ളേരോട് കൂടി സെൽഫി എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് എത്രത്തോളം പോസിബിളാണെന്ന് അറിയില്ല. എന്തായാലും നോ പറയില്ല. നോക്കാം, നമുക്ക് ഏതെങ്കിലും സ്കൂളിൽ കയറിയിട്ട് 2 പിള്ളേരോട് സെൽഫി എടുക്കാൻ പറ്റുമെന്ന്. അതുമാത്രമല്ല, ഡ്രസ്സ് മാറാനും പറഞ്ഞിരിക്കുകയാണ്. സോ ഡ്രസ്സ് ഞങ്ങൾ പിന്നെ വീട്ടിൽ പോയൊരു ഡ്രസ്സ് എക്സ്ട്രാ എടുത്തു. നോക്കാം എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് അറിയില്ല. കാരണം അറിയാത്ത സ്കൂളാണ്. അപ്പോൾ പിള്ളേർ അറിയാത്ത പിള്ളേരാണ്. നോക്കാം. എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എന്തായാലും ആ കാര്യം സാധിച്ചു കൊടുക്കും.
അങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ ചെന്ന് പിള്ളേരുടെ ഇൻ്റർവ്യൂ ആവുന്നവരെ കാത്തിരുന്നു. കുറേ പിള്ളേർ അതിലേക്കൊക്കെ വരുന്നുണ്ടായിരുന്നു, പക്ഷെ ആരും അടുത്തേക്ക് വരുന്നില്ല. അങ്ങനെ ഫൈനലി ഇതാ 2 പിള്ളേർ വരുന്നുണ്ട്. സോ ഇവരോട് തന്നെ സംസാരിച്ചൊരു കമ്പനി ആക്കി. അങ്ങനെ ഇവരോട് ഫൈനലി അവൻ പറഞ്ഞതുപോലെ നമ്മൾ സെൽഫി എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഫോട്ടോ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞതുപോലെ പന്ന ടീഷർട്ട് ഇട്ട് അറിയാത്ത കുട്ടികളോട് സെൽഫി എടുത്തിട്ടുണ്ട്. ആ ടാസ്ക് കഴിഞ്ഞു. അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, അപ്ലും.